അപ്പോൾ മുത്തുംപഴത്തിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ONV സാറിൻ്റെ പാട്ടുകളിലെ പാടി അല്ലെങ്കിൽ പാടുക, പാട്ട് എന്നൊക്കെയുള്ള വാക്ക് അത് എവിടെയൊക്കെ പ്രയോഗിച്ചിരിക്കുന്നതാണ് നമ്മുടെ അന്വേഷണം. ഇന്ന് പറയാൻ പോകുന്ന ചിത്രം ദേവദാസി 1979 ചിത്രീകരണത്തിന് വേണ്ടിയാണ്. ഇതിന് ഈ സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതിൻ്റെ ഗാന റെക്കോർഡിംഗ് എല്ലാം പൂർണ്ണമായും കഴിഞ്ഞു, പക്ഷേ സിനിമ ചിത്രീകരണം നടന്നില്ല. എന്തൊക്കെ കൊണ്ട് കാരണങ്ങൾ കൊണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അല്ല, പാട്ടുകളെല്ലാം എക്കാലത്തെ ഇന്നും ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും നമ്മുടെ മനസ്സിൽ എന്താ പറഞ്ഞാൽ, അതായത് ജനിക്കാത്ത ഒരു സിനിമയിലെ മരിക്കാത്ത പാട്ടുകളായിട്ടാണ് അത് നിൽക്കുന്നത്. സലിൽ ചൗധരി ONV സാർ ടീമിൻ്റെ മനോഹരമായ ഗാനങ്ങളുള്ള ഒരു ചിത്രമാണ് ദേവദാസി. അപ്പോൾ ചിത്രീകരണം നടന്നില്ലെങ്കിൽ പോലും നമുക്ക് കേരളയ്ക്ക് മലയാളത്തിന് ഗംഭീരമായ പാട്ടുകൾ ഈ ചിത്രത്തിൽ ലഭിക്കുകയുണ്ടായി. ഇതിലെ ആദ്യത്തെ ഗാനം പറയാം. ജാനകിയമ്മ ആലപിച്ച എന്താ പറയുക, തേൻ തുളുമ്പുന്ന ഗാനം. നാധിർധിർത്ത തോം ന തോം തനനന മാനസേശ്വരി മനോഹരി വരൂ. നാധിർധിർത്ത തോം ന തോം തനനന മാനസേശ്വരി മനോഹരി വരൂ. ഇതിൻ്റെ ഇടയ്ക്കുള്ള ചരണത്തിലാണ് കൈ നിറയെ കണിപ്പൂക്കളുമായി ഈ നുകുഞ്ചം എൻ സഖിയെ തേടിയുണർന്നു, രാക്കിളിയാ പാട്ടു പാടിയുണർന്നു, ചിത്രവർണ്ണ തേരിൽ നിന്റെ ദേവനണഞ്ഞു. കണ്ട, രാക്കിളിയാ പാട്ടു പാടി ഉണർന്നു എന്നാണ് ചരണത്തിലും അദ്ദേഹം രാക്കിളി എന്നുള്ള പ്രയോഗത്തിൻ്റെ ഒപ്പം തന്നെ ആ പാട്ട് പാടി ഉണർന്നു എന്നാണ് ഈ ഗാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ദേവദാസിയിലെ യേശുദാസ് സാർ പാടിയൊരു പാട്ടുണ്ട്. ഒരു നാൾ വിശന്നേറെ തളർന്നേതോ വാനം പാടി കണ്ടൊരു മിന്നാ മിന്നിയേ, പൊൻപയർ മണിയൻ തോന്നിച്ചെന്നു കരഞ്ഞോതി, മിന്നാ മിന്നി കഥ കേൾക്കൂ കൺമണി. ഒരു നാൾ വിശന്നേറെ തളർന്നേതോ വാനം പാടി കണ്ടൊരു മിന്നാ മിന്നിയേ. ഇതിൻ്റെ അനുപല്ലവി ആരംഭിക്കുന്നത് തന്നെ പാട്ടുപാടും നിൻ വഴിയിൽ വെളിച്ചത്തിൻ തുള്ളികൾ ഞങ്ങൾ. പാട്ടുപാടും നിൻ വഴിയിൽ വെളിച്ചത്തിൻ തുള്ളികൾ. വീണ്ടും ആവർത്തനമുണ്ട്. നീ പാടും മുളം തണ്ടിൻ, നീ പാടും മുളം തണ്ടിൻ. അനുപല്ലവിൽ തന്നെ വീണ്ടും അടുത്ത 2 വരികൾക്ക് ശേഷം അദ്ദേഹം ആവർത്തിക്കുകയാണ്. കേട്ടു നോക്കൂ. ചരണത്തിന്റെ അവസാനം പാടി പോൽ നൊന്തു നൊന്ത്, പാടി വെട്ടം വീണ നേരം എന്നാണ്. പാടി പോയി നൊന്തുപോയി, പാടി വെട്ടം വീണ 2 പ്രാവശ്യം 3 പ്രാവശ്യമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഗാനത്തിന്റെ ചരണത്തിന്റെ അവസാനത്തിൽ. ഇതിൽ വാണിയമ്മയും യേശുദാസ് സാറും കൂടെ പാടിയ നല്ലൊരു രസകരമായൊരു ഗാനമുണ്ട്. പൊന്നലയിൽ അമ്മാനമാടി എൻ തോണി അങ്ങേക്കരെ പോയി വാ, ഒന്നുകോരി മുത്തുകോരി ഒത്തുകോരി മുത്തുകോരി ഹോയ്, പൊന്നലയിൽ അമ്മാനമാടി എൻ തോണി അങ്ങേക്കരെ പോയി വാ. ഇതിൻ്റെ ചരണം ആരംഭിക്കുന്നത് നീ അറിഞ്ഞില്ലേ നാത്തൂൻ പെണ്ണിന് ഓണത്തിനാള് കല്യാണം. അങ്ങനെ എൻ്റെ പെണ്ണിന് ചെറുക്കന് മിന്നും വേണ്ട പണ്ടവും വേണ്ട, പെണ്ണ് നന്നായാൽ മതി. പൊന്നും പണ്ടവും വേണ്ട, ചെക്കന് പെണ്ണ് നന്നാണേ. രസകരമായിട്ട് വാക്ക് വരുന്നത് ഇങ്ങനെയാണ്. പുന്നാരമോളെ പൂമോളെ പുതുമണവാളനെ കണ്ടാൽ കളിയും പോയി ചിരിയും പോയി ആട്ടം പോയി പാട്ടും പോയി ഹോയ്. അപ്പോൾ ദേവദാസി എന്നുള്ള ചിത്രത്തിലെ 3 ഗാനങ്ങളിലും അദ്ദേഹം എല്ലായിടത്തും തൻ്റെ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തുലയിൽ നിന്ന് ഏത് പാട്ട് തുറന്നു വീണാലും അതിലെ മജോറിറ്റി സിംഹഭാഗത്തിലും ഈ വാക്കുണ്ട്. അതാണല്ലോ നമ്മുടെ അന്വേഷണ വിഷയം. അപ്പോൾ ദേവദാസി എന്നുള്ള ചിത്രം ജനിച്ചില്ലെങ്കിലും ഗാനങ്ങൾ കൈരളിക്ക് വേണ്ടി സമ്മാനിച്ച മഹാപ്രതിഭകളെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും അടുത്ത മുത്തുംപവിഴത്തിൻ്റെ യാത്ര തുടരാം. ഏത് ചിത്രമായി വരുന്നത് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? വീണ്ടും കാണാം.